ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्रीकृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये। पंचतत्त्वात्मकं कृष्णं भक्तरूपास्वरूपकं भक्तावतारं भक्ताख्यं नमाम्यहम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പോൾ ഇന്നത്തെ ചൈതന്യ ചരിതാമൃത സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് നമുക്ക് ശരിക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഒരു പ്രാവശ്യം കൂടി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഗുരു ഗൗരാംഗയുടെ കൃപാകടാക്ഷം, വൈഷ്ണവിമാരുടെ എല്ലാവരുടെയും കൃപാകടാക്ഷം കൊണ്ട് ഈ ക്ലാസ് ഇന്ന് പുതുതായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില് എന്താണ്, ദുർലഭം മാനുഷ ദേഹോ ദേഹിനാം ക്ഷണഭങ്കുരാം തത്രാപി ദുർലഭം വന്യേ വൈകുണ്ഠ പ്രിയദർശനം എന്നാണ് പറയുന്നത്. അതായത് ഈ മനുഷ്യജന്മം വളരെ വളരെ വിരളമാണ്, ദുർലഭവും മനുഷ്യദേഹവും. ദേഹിനാം ക്ഷണഭങ്കുര, അത് വളരെ ക്ഷണികമാണ്. എപ്പോഴാണ് ഇത് നമ്മളുടെ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. അടുത്ത നിമിഷമാവാം, ഒരു കൊല്ലം കഴിഞ്ഞാവാം, 10 കൊല്ലം കഴിഞ്ഞാവാം. അപ്പോൾ ഒരു ഗ്യാരണ്ടി ഒരാൾക്കും പറയാൻ പറ്റില്ല അല്ലെ. തത്രാപി ദുർലഭം മന്യേ, അതിലും ദുർലഭമാണ് എന്ത്, വൈകുണ്ഠപ്രിയ ദർശനം. വൈകുണ്ഠപ്രിയ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ദർശനം, ഭക്തന്മാരായിട്ടുള്ള സംഘം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജന്മം കിട്ടുന്ന തന്നെ, മനുഷ്യജന്മം കിട്ടുന്ന തന്നെ വളരെ വളരെ വിരളമാണ്. അതിലും വിരളമാണ് ഭക്തസംഘം കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ. കാരണം പറയുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ, സാധുസംഘ സർവശാസ്ത്രകഹി ലവമാത്ര സാധുസംഘ സർവസിദ്ധിയായി. സാധുസംഘം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ലവമാത്ര സാധുസംഘ. ആ സാധുസംഘം കിട്ടിയാൽ നമ്മുടെ സർവസിദ്ധിയായി, പെർഫെക്ഷനായി. ഹ്യൂമൻ ലൈഫ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ മനുഷ്യ ജീവിതം പെർഫെക്റ്റ്. അതുകൊണ്ടാണ് തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം, അതിലും വിരളമാണ് ഭക്തന്മാരുടെ സംഘം കിട്ടുക. അപ്പോൾ
നമ്മളെല്ലാവരും അന്യോന്യം ഈച്ച് വൺ ടീച്ച് വൺ വൈൽ ബീങ് ടോട്ട് ബൈ വൺ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം പഠിക്കുക, പഠിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലാതെ എനിക്ക് യാതൊരു യോഗ്യതയില്ല ഇവിടെ ഒന്ന് പറയാൻ. എൻ്റെ ഒരേ ഒരു യോഗ്യത എന്താണ്? ഗുരു മഹാരാജും ആചാര്യമാരും പ്രഭുപാദരും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണോ നമുക്ക് അറിയുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഒരു യോഗ്യതയും ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാനില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം, അനുഗ്രഹം, അതേപോലെ പ്രാർത്ഥന കൂടി നമുക്ക് ഈ ക്ലാസ് ഇന്ന് തുടങ്ങാം. അപ്പോൾ ചൈതന്യ ചരിതാമൃതയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ചൈതന്യ ചരിതാമൃത പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ബയോഗ്രാഫി അല്ലെ? ചൈതന്യ മഹാപ്രഭുവിന്റെ ബയോഗ്രാഫി പ്രധാനപ്പെട്ട 3 ബയോഗ്രാഫിയാണുള്ളത്. ഏതാണ്? ആദ്യം ചൈതന്യ മംഗള. ചൈതന്യ മംഗള എഴുതിയതാരാണ്? ലോചൻദാസ് ഠാക്കൂർ അല്ലെ? ലോചനദാസ് ഠാക്കൂർ. ലോചനദാസ് ഠാക്കൂർ ആരുടെ ശിഷ്യനാണ്? നരഹരി സർക്കാർ ഠാക്കൂറിന്റെ ശിഷ്യനാണ് ലോചനദാസ് ഠാക്കൂർ. അദ്ദേഹം ചൈതന്യ മംഗള എന്നുള്ള പുസ്തകം എഴുതി. അതിൽ ഏകദേശം 3500 ശ്ലോകങ്ങളാണുള്ളത്. അതിനും ആദിഖണ്ഡ, മധ്യഖണ്ഡ, പിന്നെ അന്ത്യഖണ്ഡ എന്നുള്ള 3 ഡിവിഷനാണ്. പക്ഷെ അതിൽ 3500 ശ്ലോകമുള്ളൂ. അത് ലീല വളരെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ചൈതന്യ ഭാഗവത. ചൈതന്യ ഭാഗവതം എഴുതിയിരിക്കുന്നത് വൃന്ദാവൻ ദാസ് ഠാക്കൂർ. ആരാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ? ആരുടെ ഇൻകാർണേഷൻ, ആരുടെ അവതാരമാണ്? വേദവ്യാസന്റെ അവതാരമാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ. അദ്ദേഹം ആരുടെ ഡിസൈപ്പിളാണ്? നിത്യാനന്ദ പ്രഭുവിന്റെ ഡിസൈപ്പിളാണ്, ശിഷ്യനാണ്. ശ്രീവാസയുടെ ബ്രദറുടെ മകള് നാരായണി, അതായത് ശ്രീവാസ് ഠാക്കൂറിന്റെ നീസ്, നാരായണയുടെ മകനാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ. അറിയാലോ ശ്രീവാസ് ഠാക്കൂർ, പഞ്ചതത്വയിലെ ശ്രീവാസ് ഠാക്കൂർ ആരാണ്? നാരദ മഹർഷി. അപ്പോ അതിലെ ഏകദേശം 11,000 വേഴ്സസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതും ബാക്കി ചൈതന്യ, അതായത് ലോചൻദാസ് ഠാക്കൂർ എഴുതിയിട്ടുള്ള ചൈതന്യ മംഗള, അതേ പിന്നെ വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയിട്ടുള്ള ചൈതന്യ ഭാഗവതം, പിന്നെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയിട്ടുള്ള ചൈതന്യ ചരിതാമൃത. അപ്പൊ ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടത് ഭക്തി വിനോദ് ഠാക്കൂറും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും അതേപോലെ നമ്മുടെ ശ്രീല പ്രഭുപാദരും എല്ലാവരും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ചൈതന്യ ചരിതാമൃത തന്നെ പറയുന്നത്. അത് ക്രൗൺ ജ്വൽ ആണ് പറയുന്നത്. ക്രൗൺ ജ്വൽ, ചൂടാമണിയാണ്. കാരണം വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയത്, അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആദ്യത്തെ 24 വർഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന്റെ ആദ്യത്തെ 24 വർഷം, അതായത് ജന്മം, ബാല്യലീല, പിന്നെ അതായത് കൗമാരലീല, പൗഗാണ്ഡലീല, കൈശോരലീല, യവനലീല, 24 വർഷം. ഇത് വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കൂടുതൽ ലീലകളാണ് അതിൽ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള 24 വർഷം, അതായത് സന്യാസം എടുത്തിട്ടുള്ള 24 വർഷം അദ്ദേഹം ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ചൈതന്യ ചരിതാമൃത എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം ചൈതന്യ ചരിതാമൃത എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ശേഷലീല. ആദ്യത്തെ 24 വർഷം എന്താണ്? ആദ്യ ലീല. പിന്നത്തെ 24 വർഷം ശേഷലീല എന്ന് പറഞ്ഞു. ആ 24 വർഷം 2 ഭാഗമായിട്ട് വീണ്ടും വിഭജിച്ചു. അത് മധ്യലീല, പിന്നെ അന്ത്യലീല. മധ്യലീല 6 വർഷം. 6 വർഷം എന്താണ്? അതിലെ യാത്ര, ചൈതന്യ മഹാപ്രഭുവിന്റെ പല സ്ഥലത്തുള്ള യാത്രയായിരുന്നു. എസ്പെഷ്യലി ദക്ഷിണേന്ത്യയിലുള്ള യാത്ര, വൃന്ദാവനത്തിലേക്കുള്ള ഗൗഡദേശത്തിലേക്കുള്ള യാത്ര, ഈ യാത്ര. അപ്പോൾ മധ്യത്തിലുള്ള 6 വർഷം എന്താണ്? അത് യാത്രയായിരുന്നു. ദക്ഷിണേന്ത്യ, വൃന്ദാവൻ, ഗൗഡദേശം. ബാക്കിയുള്ള 18 വർഷം, ഓക്കെ, 18 6 24 അല്ലെ, 18 വർഷം ജഗന്നാഥ് പുരിയിലായിരുന്നു. അതിൽ 6 വർഷം ചൈതന്യ മഹാപ്രഭു തൻ്റെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള അസോസിയേറ്റ്സിന്റെ കൂടെ ഒരുപാട് ലീലകളും
അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള 12 വർഷം, അതിൽ ആ 6 വർഷം കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ 12 വർഷത്തിൽ 6 വർഷം അല്ല 18 വർഷത്തിൽ 6 വർഷം. ഓക്കെ, ക്ലോസ് അസോസിയേറ്റ്സ്. പിന്നെ ജഗന്നാഥ രഥയാത്ര എല്ലാ വർഷവും എവിടുന്ന്, നവദ്വീപിൽ നിന്ന് എല്ലാ ഡിവോട്ടീസും വരും. 4 മാസം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ടുള്ള ആ അസോസിയേഷൻ, അവരുമായിട്ടുള്ള റെസിപ്രോക്കേഷൻ, ആദാൻ പ്രദാൻ ലീലകൾ ഉണ്ടായിരുന്നു. പിന്നുള്ള 12 വർഷം അത് വളരെ നിഗൂഢമായിട്ടുള്ളതാണ്. ഓക്കെ, അതെന്താ പറയാ അറിയോ? മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. ആ 12 വർഷം, 18 വർഷത്തെ 6 വർഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ നവദ്വീപിൽ നിന്ന് വരും. എല്ലാ കൊല്ലത്തും 4 മാസം അവിടെ നിൽക്കും. അതേപോലെ ജഗന്നാഥ രഥയാത്ര, ബാക്കി ഒരുപാട് ലീലകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള 12 വർഷം വളരെ ക്ലോസ് ആയിട്ടുള്ള 2-3 അസോസിയേറ്റ്സ് ആരായിരുന്നു? രാമാനന്ദറായും അതേപോലെ സ്വരൂപ് ദാമോദറും. ഇവർ തമ്മിലുള്ള ഇത് വളരെ നിഗൂഢമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇത് സാധാരണ നമ്മളിപ്പോഴുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്തർലീനമായി കിടക്കുന്ന അതിൻ്റെ രസതത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനുള്ള യോഗ്യത നമുക്കില്ലാത്തതുകൊണ്ട്. എങ്കിലും കൂടിയിട്ട് നമ്മൾ ഇത് കേട്ടാൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ശുദ്ധീകരണം നടക്കും തീർച്ചയായിട്ടും. അതിൻ്റെ ആന്തരികമായിട്ടുള്ള രസതത്വങ്ങളും നമുക്ക് മനസ്സിലാവില്ലെങ്കിലും കൂടിയിട്ട് നമ്മളുടെ ശുദ്ധീകരണം തീർച്ചയായിട്ടും, പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കാരണം തീർച്ചയായിട്ടും നമുക്ക് അത് പതുക്കെ പതുക്കെ മനസ്സിലാക്കും. അതിന് എന്താണ് വേണ്ടത്? അതിന് വേണ്ടത് നമുക്ക് ലൗല്യം. ലൗല്യം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം. ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി മനസ്സിലാക്കാനും ലീലകളുടെ ആ അന്തർലീനമായി കിടക്കുന്ന തത്വങ്ങൾ, രസതത്വങ്ങൾ മനസ്സിലാക്കാനും ഉള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിനാണ് ലൗല്യം എന്ന് പറയുന്നത്. ആ ലൗല്യം, അതായത് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, ആ ലൗല്യമുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ചൈതന്യ ചരിതാമൃതത്തിലെ ഈ 3 ആദിലീല, മധ്യലീല, പിന്നെ അന്ത്യലീല. ആദിലീല എന്ന് പറഞ്ഞാൽ 24 വർഷം. അതിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണ് ജന്മം. ആദ്യത്തെ അധ്യായം മുതൽ 7ാമത്തെ അധ്യായം വരെ ഇൻവോക്കേഷനുമാണ്. എല്ലാവരെയും പ്രണാമം ചെയ്യാണ്, എല്ലാവരെയും അനുഗ്രഹം മേടിക്കാണ്. ആദ്യത്തെ 14 വേഴ്സില്. അതിനുശേഷം ഈ 14 വേഴ്സിലത്തെ എല്ലാ ആചാര്യന്മാരും, എല്ലാ അസോസിയേറ്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അതിൽ ഇൻവോക്കേഷൻ ഉണ്ട്. ഇൻവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൈതന്യ ചരിതാമൃതത്തിന് പറയുന്നത് ആദ്യം പ്രണാമം, ഒബേസൻസസ്. പിന്നെ 2ാമത്തെ കാര്യം വസ്തുനിർദ്ദേശ്. എന്താണ് ഒരു പുസ്തകത്തിന്റെ ഒബ്ജക്റ്റീവ് എന്നാണ് അതിന് വസ്തുനിർദ്ദേശ് പറയും. ഒബ്ജക്റ്റീവ് ഓഫ് ദ ബുക്ക്, ചൈതന്യ ചരിതാമൃതയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വസ്തുനിർദ്ദേശ്. ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് ചൈതന്യ മഹാപ്രഭു. പിന്നെ ബെനഡിക്ഷൻസ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ, അത് വായിച്ചാൽ നമുക്ക് ബെനഡിക്ഷൻ കിട്ടും. എന്താണ് ബെനഡിക്ഷൻ? ചൈതന്യ മഹാപ്രഭു ഇത് ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ, ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളെല്ലാം മാറി നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ അഡ്മിഷൻ കിട്ടുന്ന പറഞ്ഞു. ഗോലോക വൃന്ദാവനത്തില്. ഓക്കെ, അപ്പോ ഇത് സംസാരിക്കുന്ന ആള്, പറയുന്ന ആള്, ഇത് അതായത് വക്താവ്, ശ്രോതാവ്, പിന്നെ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടുന്ന ശ്രീമദ് ഭാഗവതനും പറയുന്നത്. പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ചൈതന്യ ചരിതാമൃതം എഴുതാൻ വേണ്ടിയിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത്? എങ്ങനെയാണ് അദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങിയത്? പിന്നെ ചൈതന്യ ട്രീ, ഒരുപാട് ചൈതന്യ ട്രീസ് പറഞ്ഞാൽ ചൈതന്യ ബ്രാഞ്ചസ് ഉണ്ട്, സബ് ബ്രാഞ്ചസ് ഉണ്ട്. നിത്യാനന്ദ പ്രഭു,
അപ്പൊ ആദ്യത്തെ ഈ എണ്ണം 1 to 7 ചാപ്റ്ററിൽ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രധാനപ്പെട്ട ആ ബ്രാഞ്ചിനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലാണ് കംപ്ലീറ്റ് എങ്ങനെയാണ് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമൻ, പിന്നെ ചതുർവ്യൂഹം, പിന്നെ നാരായണൻ, പിന്നെ വീണ്ടും ചതുർവ്യൂഹം, പിന്നെ മഹാവിഷ്ണു, ആദ്യത്തെ ഫസ്റ്റ് ഇൻകാർണേഷൻ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്, അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതില് സിദ്ധാന്തങ്ങളുണ്ട്, ലീലകളുണ്ട്, രസതത്വങ്ങളുണ്ട്. മറ്റേതിൽ ഇത് കംപ്ലീറ്റ് ഫുള്ളില്ല. ഇപ്പൊ 24 വർഷം ശേഷമായിട്ടുള്ള ശേഷലീല 24 വർഷം വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആദ്യത്തെ 24 വർഷം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ സംക്ഷിപ്തമായിട്ട്, കാരണം വൃന്ദാവൻ ദാസ് ഠാക്കൂർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ 24 വർഷം എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഈ ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, ആർക്കെങ്കിലും ഇത് കൂടുതലായിട്ട് ചില ലീല, ഇപ്പൊ ജഗായ് മധായ് ലീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ സംക്ഷിപ്തമായിട്ട് കൊടുത്തിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചൈതന്യ ഭാഗവത്തില് എത്രയോ 10, 50, 100 പേജോളം അതിലുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ചൈതന്യ ചരിതാമൃതത്തില് ഫ്യൂ പേജസ് ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും കൂടുതൽ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം പറയുന്നു, ഞാൻ യോഗ്യനല്ല ഇതൊന്നും എഴുതാൻ, ഇതൊന്നും വിശദീകരണം തരാൻ. അതുകൊണ്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ആ ചൈതന്യ ഭാഗവതം വായിച്ചാൽ മതി. പിന്നെ വേറൊരു കാരണം, അദ്ദേഹം കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റാതെ അദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് 90+ ഏജ് ആയിരുന്നു. എത്രയായിരുന്നു? 90+. അപ്പോൾ ഇത് എഴുതി തീർക്കാൻ അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഈ മധ്യലീല ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ അധ്യായം മധ്യലീലത്തെ കംപ്ലീറ്റ് സമ്മറി, രണ്ടാമത്തെ അധ്യായത്തിൽ അന്ത്യലീലത്തെ സമ്മറി ചെയ്തു. നമ്മുടെ ഭഗവത്ഗീത നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, 2nd ചാപ്റ്റർ സമ്മറി ഓഫ് ഭഗവത്ഗീത. അപ്പോൾ മധ്യലീല എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് കംപ്ലീറ്റ് എഴുതാൻ പറ്റുമോ? അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോയാൽ ആ ബുക്കിന്റെ വോള്യൂം കൂടും. അതുകൊണ്ട് ഇൻ കേസ് എനിക്ക് ലൈഫ് സ്പാൻ കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ സമ്മറി എഴുതാൻ പറഞ്ഞിട്ട് മധ്യലീലയിലത്തെ ആദ്യത്തെ ചാപ്റ്ററില് മധ്യലീലത്തെ സമ്മറിയും രണ്ടാമത്തെ ചാപ്റ്ററില് അന്ത്യലീലയിലത്തെ സമ്മറി ആദ്യം തന്നെ എഴുതി വെച്ചു, അഥവാ അദ്ദേഹത്തിന് അത് മുഴുമിക്കാൻ പറ്റിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഈ 11,555 ശ്ലോകങ്ങളുള്ള ചൈതന്യ ചരിതാമൃത കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി 90 വയസ്സിന് ശേഷമാണ്, ഏകദേശം 91 വയസ്സിലാണ് തുടങ്ങിയത്. 93, 94 വയസ്സ് വിളിക്കാൻ കഴിഞ്ഞു. ഏകദേശം 95 വയസ്സ് ശേഷം, എക്സാക്ട് അറിയില്ല, 95 വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ തിരോഭാവം സംഭവിച്ചു. അപ്പൊ ഇത് എഴുതാനുള്ള കാരണം അതും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ചൈതന്യ ചരിതാമൃത, ചൈതന്യ ഭാഗവതം, അതേപോലെ ചൈതന്യ മംഗളം. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ വളരെ ക്ലോസ് അസോസിയേറ്റ്സ് ആയിട്ടുള്ള സ്വരൂപ് ദാമോദർ ഗോസ്വാമി, അതേപോലെ രാമാനന്ദ റായ്, ഇവർ രണ്ടുപേരാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ്. ഇവർ രണ്ടുപേരാണ്. സ്വരൂപ് ദാമോദർ ഗോസ്വാമി ലളിത സഖിയുടെ ഇൻകാർണേഷനാണ്. രാമാനന്ദ റായ് വിശാഖ ആൻഡ് അർജുനന്റെ ഇൻകാർണേഷനാണ്. അത്രയും ക്ലോസ് അല്ല ലളിത വിശാഖ. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശേഷലീലകളുടെ 24 വർഷത്തിന്റെ ലീലകളെല്ലാം സ്വരൂപ് ദാമോദർ ഗോസ്വാമി സംസ്കൃത് ശ്ലോകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡിക്കലായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ 18 വർഷം എവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആരുടെ കീഴിലായിരുന്നു? സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ കീഴിലായിരുന്നു. ചൈതന്യ മഹാപ്രഭു ആരെയാണ് ഏൽപ്പിച്ചത്? സ്വരൂപ് ദാമോദർ ഗോസ്വാമിയെയാണ് ഏൽപ്പിച്ചത്. രഘുനാഥ് ദാസ് ഗോസ്വാമിയെ വേണ്ട വിധത്തിൽ ട്രെയിൻ ചെയ്ത് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ തിരോഭാവത്തിന് ശേഷം അദ്ദേഹത്തിന് സഹിക്കാൻ വന്നു. ആർക്ക്? രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് വിരഹം. അപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്തു, ഞാൻ ഇനി വൃന്ദാവനിൽ പോയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ നല്ലത്. എനിക്ക് ഈ ചൈതന്യ മഹാപ്രഭുവിനെ വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എവിടെ പോകുന്നു? വൃന്ദാവനിൽ പോകുന്നു. ഗോവർദ്ധൻ പർവ്വതത്തിൽ നിന്ന് ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു തോട്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെ പോയ ശേഷം
രൂപസനാതൻ അവിടെ എല്ലാ ഷഡ്ഗോസ്വാമിയും വൃന്ദാവനത്തിൽ രൂപസനാതന ഗോസ്വാമി പറഞ്ഞു ചെയ്യാൻ പാടില്ല. അങ്ങ് മാത്രമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഇത്രയും കൂടുതൽ കാലം ചെലവഴിച്ചിട്ടുള്ളൂ. എല്ലാ ലീലകളും കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിനെ ലോകത്തിൽ അറിയിക്കണമെങ്കിൽ അത് നമ്മളെ പ്രിസർവ് ചെയ്യണം അദ്ദേഹത്തിന്റെ ലീല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ ഇങ്ങനത്തെ ഒരു കാര്യം കൃത്യം ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ലോകത്തിലെ എല്ലാവർക്കും ചൈതന്യലീല ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കൃപാ കടാക്ഷം കിട്ടണം. അതുകൊണ്ട് ദിവസേന പ്രതിദിനം എല്ലാ വ്രജവാസികൾക്കും 3 മണിക്കൂർ ചൈതന്യ ലീല പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഈ ചൈതന്യ ലീല അദ്ദേഹം ദിവസേന വൈകുന്നേരം രാധാകുണ്ഡത്തിന്റെ തീരത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ ആ സഭയിലുണ്ടായിരുന്നുള്ള ഒരു വ്യക്തിയാണ് ആര്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം എത്തുന്നത് ലേറ്റ് ആയിട്ടാണ്. അദ്ദേഹം എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളിലായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ ജമാത്പുര എന്നുള്ളൊരു സ്ഥലത്തായിരുന്നു. ജമാത്പൂർ, അത് ഖട്വ എന്നുള്ള സ്ഥലത്തിന്റെ അടുത്താണ്. ഖട്വ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തിട്ടുള്ള കേശവ ഭാരതി മഹാരാജിൽ നിന്ന് സന്യാസം എടുത്തിട്ടുള്ള സ്ഥലം. അവിടെ ആണ് മാധവ് പറഞ്ഞിട്ടുള്ള ഒരു ബാർബർ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിരോമണ്ഡനം ചെയ്ത അതായത് സന്യാസത്തിന് മുമ്പ് അദ്ദേഹം അതിന് ശേഷം എക്സ്റ്റസിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അദ്ദേഹത്തിന്റെ സമാധി ഖട്വയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതായത് മാധവ് പറഞ്ഞിട്ടുള്ള ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസത്തിന് മുമ്പ് ശിരോമണ്ഡനം ചെയ്തിട്ടുള്ള ആ ഭക്തന്റെ സമാധി അവിടെ കാണാൻ പറ്റും. അവിടെ ഖട്വയിലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസം ദീക്ഷ നടന്നിരിക്കുന്നത് കേശവ ഭാരതിയിൽ നിന്ന്. അപ്പോൾ ഖട്വയിൽ നിന്നാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഏകദേശം ഒരു 80+ ആയിട്ടുണ്ടാവും വയസ്സ്. മീന കേതന രാംദാസ് പറഞ്ഞിട്ടൊരു നല്ലൊരു ഭക്തനുണ്ടായിരുന്നു. ആ ഭക്തനെ പറ്റിയിട്ട് തൻ്റെ സ്വയം സഹോദരൻ, ആരുടെ? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ സഹോദരൻ അദ്ദേഹത്തിനെ ചുരുക്കത്തിൽ ക്രിട്ടിസൈസ് ചെയ്തു. അതായത് നിത്യാനന്ദ പ്രഭു ഭഗവാൻ അല്ല എന്നുള്ള തരത്തില് സംസാരിച്ചു. നിത്യാനന്ദ പ്രഭു ആരാണ്? സേവക് ഭഗവാനാണ്. ചൈതന്യ മഹാപ്രഭു സേവ്യ ഭഗവാനാണ്. എങ്ങനെ കൃഷ്ണ ബലറാമാണോ അതേപോലെ ഗൗർ നിത്തായി. അപ്പോൾ അദ്ദേഹത്തിനെ വളരെ തരം താഴ്ത്തി സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അതിനെ എതിർത്തു. അന്ന് രാത്രി തന്നെ നിത്യാനന്ദ പ്രഭു ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആരുടെ? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ. വൃന്ദാവനത്തിൽ പോയാൽ അങ്ങക്ക് പെർഫെക്ഷൻ കിട്ടും. ആ സമയം തന്നെ അവിടുന്ന്, അത് 80+ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയം മുതൽ വൃന്ദാവനത്തിലാണ്. അപ്പോൾ ഏകദേശം 90 വയസ്സായപ്പോഴാണ് ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ വരുന്നതും ഈ പ്രവചനം എല്ലാ ദിവസവും പ്രവചനം ചെയ്യുന്നത് 3 മണിക്കൂർ ചൈതന്യലീലയെ പറ്റിയിട്ട്. ഇത് മുഴുവൻ കേട്ട് അപ്പോഴേക്കും ഇദ്ദേഹം ഗോവിന്ദ ലീലാമൃത് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ആൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. കവിരാജ് എന്നുള്ള ടൈറ്റിൽ, ഒരു പദവി അദ്ദേഹത്തിന് ആൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗോസ്വാമിമാർ കൊടുത്തതാണ്. നമ്മളുടെ പ്രഭുപാദന് ഒരു പദവി കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഭക്തി വേദാന്ത. ഭക്തി വേദാന്ത ശ്രീ പ്രഭുപാദരെ ഗോഡ് ബ്രദേഴ്സിനെ കൊടുത്താണ്. അതേപോലെ കവിരാജ് കാണിച്ചാൽ കിങ് ഓഫ് പോയറ്റ്സ്, ആ പദവി ആൾറെഡി ഗോവിന്ദ ലീലാമൃത, അതായത് ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ എഴുതിക്കൊണ്ട് ആ ഒരു ബുക്ക് എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് കവിരാജ് എന്നുള്ള പദവി, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാ ബ്രജവാസികളും ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു, അതായത് ചൈതന്യ ചരിതാമൃതം എഴുതണം, ഇത് ലോകത്തിന് എത്തിക്കണം, എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം കിട്ടണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങ് ഈ ദൗത്യം ഏറ്റെടുക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 90 വയസ്സിൽ മീതേയി, എനിക്ക് കണ്ണ് കാണുന്നില്ല, ശരിക്കും എൻ്റെ കൈ പറയുകയാണ്, എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ ദൗത്യം ഏറ്റെടുക്കും? അതിനുള്ള
ശക്തി, അതിനുള്ള അറിവും ഇല്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ നമ്രതയാണ്, വിനമ്രതയാണ്. പക്ഷെ വീണ്ടും നിർബന്ധിച്ചപ്പോ, ബ്രജവാസികൾ ഗോസ്വാമിമാര് നിർബന്ധിച്ചപ്പോ അദ്ദേഹം അത് സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം എവിടെ പോകുന്നത്? രാധാ മദൻ മോഹൻ ക്ഷേത്രത്തിൽ പോവാണ്. രാധാ മദൻ മോഹൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുകയാണ്. മദൻ മോഹന് പ്രാർത്ഥിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു ദൗത്യം കിട്ടിയിട്ടുണ്ട്, ഇതിനുള്ള യോഗ്യത എനിക്കില്ല, അറിവില്ല, അത് അവിടുന്ന് എന്നെ സഹായിച്ചാൽ ഞാൻ അത് ഏറ്റെടുക്കാം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് രാധാ മദൻ മോഹന്റെ ഡേറ്റിൽ നിന്ന്, വിഗ്രഹത്തിൽ നിന്ന് മാല താഴെ വീഴാണ്. പൂജാരി ആ മാല എടുത്തിട്ട് ഇദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു, രാധാ മദൻ മോഹൻ സമ്മതം തന്നു, അപ്രൂവൽ തന്നിരുന്നു. അങ്ങനെയാണ് ഈ ദൗത്യം ഏറ്റെടുക്കണേ. രാധാ മദൻ മോഹന്റെ സമ്മതത്തോടു കൂടിയിട്ട്, അനുഗ്രഹത്തോടു കൂടിയിട്ട് അദ്ദേഹം എഴുതി. അല്ലെങ്കിൽ എനിക്ക് എഴുതാനുള്ള യാതൊരു പ്രാപ്തിയും യോഗ്യതയും ഇല്ല. അങ്ങനെയാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അങ്ങനെ 11,555 ശ്ലോകമുള്ള ഈ ചൈതന്യ ചരിതാമൃതം മാഗ്നം ഓപ്പസ് ഭക്തി ലിറ്ററേച്ചർ നമുക്ക് തന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. അപ്പോ ഈ ഗ്രന്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്രഷ് ജുവലാണ്. ഇത് ഹരേ കൃഷ്ണ 11,555. ഓക്കെ, 62 ചാപ്റ്റർ ആണുള്ളത്. അപ്പൊ ഈ മാഗ്നം ഓപ്പസ് ഭക്തി ലിറ്ററേച്ചർ ഇത് ഈ ലോകത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫോർച്യൂണാണ്, ഭാഗ്യമാണ്. കാരണം ഭക്തി ലിറ്ററേച്ചറിൽ ശിരോമണിയായിട്ട് നിൽക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ? ശ്രീമദ് ഭാഗവതമാണ് എന്താണ്? അമലപുരാണം. അമലപുരാണം എന്താണ്? ശ്രീമദ് ഭാഗവതനെ അമലപുരാണം എന്ന് പറയാൻ കാരണം ഈ 3 ഗുണങ്ങളുടെയും അധീനത്തിലല്ല ഈ പുരാണം. ബാക്കി എല്ലാം വേദിക് ലിറ്ററേച്ചർ. ഓക്കെ, 4 വേദങ്ങളും 108 ഉപനിഷത്തുകളും 17 പുരാണങ്ങളും ബാക്കി എല്ലാ അരണ്യകം, സംഹിതാസ, ഇതിഹാസങ്ങൾ എല്ലാം ഈ 3 ഗുണങ്ങളിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 3 ഗുണങ്ങളിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ 3 ഗുണത്തിലുള്ള അധിഷ്ഠരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. അതായത് എന്താണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഈ 4 ടോപ്പിക്, ഈ 4 പ്രിൻസിപ്പിളെ പറ്റിയിട്ട് 3 ഗുണങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് മുകളിലാണ് അമലപുരാണമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. അപ്പൊ അതിന് മുകളിലാണ് എന്ത്? ചൈതന്യ ചരിതാമൃതം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നുണ്ട്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്, ഈ ജസ്റ്റ് ഹൈപ്പോത്തിക്കലി ഈ പ്രപഞ്ചം മുഴുവന് വെള്ളത്തില്, ഫ്ലഡില്, ഇനണ്ടേഷൻ നടക്കുകയാണ്, പ്രളയത്തില്. അപ്പോ നമ്മളൊക്കെ ഈ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം ഇത് നമുക്ക് രക്ഷിക്കണം. അപ്പോൾ അതിനുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിന് മീതെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇൻ കേസ് നമുക്കിത് 3ഉം ഏറ്റാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് ലെറ്റ് ഗോ, നമ്മൾ കളഞ്ഞേ പറ്റും. അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടി അതിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ കളയേണ്ടതെന്നാണ് ഭഗവത്ഗീത. പിന്നെ ഭാഗവതം, ചൈതന്യ ചരിതാമൃതം നമുക്ക് കംപ്ലീറ്റ് രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവതം. ചൈതന്യ മഹാപ്രഭം, ചൈതന്യ ചരിതാമൃതം ഉണ്ടെങ്കിൽ ഭഗവത്ഗീതയിലത്തെയും ഭാഗവതത്തിലത്തെയും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം നമുക്കുണ്ടെങ്കിൽ എല്ലാം, അതില് സിദ്ധാന്തങ്ങളുണ്ട്, രസതത്വങ്ങളുണ്ട്, ലീലകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ഭഗവത്ഗീതയിൽ ഇല്ലാത്തത് മുഴുവനെ ഭാഗവതത്തിലുണ്ട്, ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഇല്ലാത്ത മുഴുവനെ ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഭാഗവതം പോയാലും കുഴപ്പമില്ല, ഒരു കോപ്പിയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഭഗവത്ഗീത ഒരു കോപ്പിയിലും വേദങ്ങളും പുരാണങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചൈതന്യ ചരിതാമൃതം ഉണ്ടെങ്കിൽ
എവറിത്തിങ് ഇസ് ദർ, നത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഭഗവത്ഗീത നമുക്ക് പറയാം, ഭഗവത്ഗീത ഭഗവാന്റെ നിർദ്ദേശമാണ്. ഭഗവത്ഗീതയിലെ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അവസാനം എന്തിലാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഭഗവത്ഗീത? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ ധർമ്മങ്ങളും, സോക്കോൾ ധർമ്മങ്ങളും വിടുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അവിടെ ഡിമാൻഡ് വെക്കുകയാണ് ഭഗവാൻ, അല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു, എല്ലാം ശരി. പക്ഷേ ഞാൻ അവസാനം പറയുന്നു, ഇതെല്ലാം വിടുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അതാണ് കൺക്ലൂഡിങ്. ഭാഗവതം എവിടെയാണ് തുടങ്ങുന്നത്? ധർമ്മപ്രോചിത കൈതവ എത്രോ. ഈ ആ ധർമ്മപ്രോചിത കൈതവ ധർമ്മം ചീറ്റിംഗ് റിലീജിയൻ, ഇത് റിജക്ട് ചെയ്യാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ വ്യാസദേവൻ ചീറ്റിംഗ് റിലീജിയൻ പറയാൻ കാരണം ഇത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? ഗോളവൃന്ദാവനം. നമ്മളുടെ ഗോൾ എന്താണ്? കൃഷ്ണപ്രേമം. അപ്പൊ ഇവിടെ കൂടുതൽ ഭോഗം, ഇന്ദ്രിയ ഭോഗം ചെയ്യാനുള്ള അവസരങ്ങളാണ് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം തരുന്നത്. ഇവിടുന്ന് നമ്മൾക്ക് ഉപരി ലോകത്തിലേക്ക്, സ്വർഗലോകത്തിലേക്ക് പോയി കൂടുതൽ ആസ്വദിക്കാം. പക്ഷെ ഭഗവത് ധാമിലേക്ക് മാക്സിമം വന്നാൽ മുക്തി കിട്ടും. ഭഗവത് ധാമിലേക്ക്, ഗോലോകത്തിലേക്കും വൈകുണ്ഠത്തിലേക്കും പോകാനുള്ള, അതായത് പ്രേമ പുമാർത്ഥോ മഹാൻ, കൃഷ്ണപ്രേമം. മറ്റത് പുരുഷാർത്ഥമാണ്, ധർമ്മ അർത്ഥ കാമ മോക്ഷ. അഞ്ചാമത്തെ പഞ്ചമ പുരുഷാർത്ഥമാണ് എന്ത്? കൃഷ്ണപ്രേമം. പ്രേമ പുമാർത്ഥോ മഹാൻ, അതാണ് ഏറ്റവും മഹത്വമായിട്ടുള്ളത്. കൃഷ്ണപ്രേമം, അതാണ് നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് ഒരു ബിഗിനിങ് ലെവലിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവർക്കും എന്താണ്? മുക്തിയാണ് ആവശ്യം, അല്ലെ? മുക്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. പക്ഷേ മുക്തി, ഭുക്തി ഇതെല്ലാം ഭക്തരുടെ മെയ്ഡ് സെർവൻ്റ് ആയിട്ട് നമ്മളുടെ ഉമ്മറ വാതിൽക്കിൽ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ഉമ്മറപ്പടിയിൽ നിൽക്കുകയാണ് ഭുക്തിയും മുക്തിയും. ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ പറഞ്ഞാൽ ആൾറെഡി ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഭുക്തിയും വേണ്ട, മുക്തിയും വേണ്ട. അവർക്ക് വേണ്ടത് ഭക്തിയാണ്. അഹൈതുകി അപ്രതീഹത. ഭഗവാന്റെ യാതൊരു കണ്ടീഷനും ഇല്ലാത്ത, എക്സ്പെക്ടേഷനും ഇല്ലാത്ത, മോട്ടിവേഷനും ഇല്ലാത്ത, യാതൊരു നിരന്തരമായിട്ടുള്ള, എപ്പോഴും 24 മണിക്കൂറും ഭഗവാന്റെ കൃഷ്ണപ്രേമത്തില് നമ്മൾ ഇരിക്കണം. അതെങ്ങനെ? ഗോപികമാരെ പോലെ. അതാണ്. അപ്പോ ഭാഗവതം തുടങ്ങുന്നത് എവിടെയാണ്? ധർമ്മപ്രോചിത. അവിടെ ധർമ്മം, ഇവിടെ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ. ആദ്യം ഭാഗവതം പറയുന്നത് എന്താ? ആദ്യ ശ്ലോകം അതന്നെ അവിടെ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഫസ്റ്റ്, ആ ശ്ലോകത്തിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ്? ഭാഗവതന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ, അതായത് ഭഗവാൻ വാസുദേവൻ, പ്രണാമം. അപ്പോ അവസാനം ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം. അപ്പൊ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഞാനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പരമ ദിവ്യോത്തമ പുരുഷൻ. ഇത് ആൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതന്നെയാണ് ഇവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള പദം കൊണ്ടും എന്നുള്ള വാക്യം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ചീറ്റിംഗ് റിലിജൻ, ചീറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശത്തിനെ പൂർത്തീകരിക്കാൻ സഹായിക്കാത്ത ഒന്നും ശരിക്കുള്ള ധർമ്മമല്ല എന്ന് പറയും. ഭാഗവതത്തിന്റെ ഏറ്റവും അവസാനത്തെ ശ്ലോകം എന്താണ്? നാമസങ്കീർത്തനം. അപ്പൊ നാമസങ്കീർത്തനം, അതാണ് അതിന്റെ അവസാനത്തെ ഇൻസ്ട്രക്ഷൻ. നമ്മൾക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് കര കയറുന്നുണ്ടെങ്കിൽ നാമസങ്കീർത്തനം ചെയ്യണം. അതാണ് കലിയുഗത്തിലെ വിധി, അതാണ് പ്രോസസ്സ്. മറ്റ് യുഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ പ്രോസസ്സൊന്നും കലികാലത്ത് നടക്കില്ല. കലേർദോഷ നിതേരാജൻ അസ്തി ഏകോ മഹാൻ ഗുണാൻ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്ത സംഘപരം രചയത്. ഒരുപാട് ഫോൾട്ട്സ്, ഒരുപാട് പോരായ്മകള്, കുറവുകള്, കുറ്റങ്ങള് ഈ കലികാലത്തുണ്ട്. പക്ഷേ ഒരേ ഒരു
നല്ല ഒരു ഗുണമുണ്ട്. അതാണ് കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരമ്പര. അപ്പൊ എവിടെ ഭാഗവതം അവസാനിക്കുന്നു അവിടെ ചൈതന്യ ചരിതാമൃത തുടങ്ങുന്നു. എന്താണ് ചൈതന്യ ചരിതാമൃത? നാമസങ്കീർത്തനമായതിന്റെ മെയിൻ പോയിന്റ്. നാമസങ്കീർത്തനത്തിലൂടെ നമ്മൾ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ആ രസതത്വത്തിലേക്ക് കൊണ്ടുപോവാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ ചെയ്യുന്നത്. അപ്പോ ചൈതന്യ ചരിതാമൃതയിലത്തെ ആ ഒരു ശ്ലോകം 1 ആദിലീല 1-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം അനാർപ്പിത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ചൈതന്യ ചരിതാമൃതത്തിലെ പരിഭാഷ സൂത്രം. അത് മനസ്സിലാക്കി അതിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് പരിഭാഷ സൂത്രം പറഞ്ഞാൽ? അതായത് ഒരു ഗ്രന്ഥത്തിന്റെ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ ബാക്കി ആ ഗ്രന്ഥത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചൈതന്യ ചരിതാമൃതത്തിലെ പരിഭാഷ സൂത്രയാണ് 1 ആദിലീല 1.4 അനാർപ്പിത. അതായത് എന്താണ് അത് പറയുന്നത് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭു ഇവിടെ നമുക്ക് തരാൻ അവതരിച്ചിരിക്കുന്നത് ഒരു അവതാരവും ഇതേവരെ തരാത്ത ഒരിതാണ്. എന്താണ്? ആ പരമോന്നതമായിട്ടുള്ള കൃഷ്ണപ്രേമം, രസതത്വം. എന്താണ്? കോഞ്ചുഗൽ ലവ്, മാധുര്യഭാവം. ആ മാധുര്യഭാവം ഒരു അവതാരം ഇതേവരെ തന്നിട്ടില്ല. ആ ചൈതന്യ മഹാപ്രഭുവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊടി ഇരുത്തട്ടെ എന്നാണ് ആ ശ്ലോകം പറയുന്നത്. അതാണ് പരിഭാഷ സൂത്ര. അതേപോലെ നമ്മളുടെ ശ്രീമദ് ഭഗവത്ഗീതയിലത്തെ പരിഭാഷ സൂത്ര സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ശ്രീമദ് ഭാഗവതത്തിലെ പരിഭാഷ സൂത്രം എന്താണ്? അല്ല, ഏതേചാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ വ്യാകുലം ലോകം മൃഡയന്തി. അപ്പൊ അതായിരിക്കണം നമ്മളുടെ ഗൈഡിങ് ഫാക്ടർ. ഓക്കെ, ആ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ഭാഗവതം മുഴുവന് മനസ്സിലാക്കാൻ. കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ് എന്ന് ആദ്യം നമ്മളുടെ തലകത്തിരിക്കണം. ഇപ്പോൾ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ഈസ് ദ സുപ്രീം പ്രൊപ്പറേറ്റർ, സുപ്രീം കൺട്രോളർ, സുപ്രീം എൻജോയർ, സുപ്രീം മാസ്റ്റർ എന്ന് നമ്മളുടെ തലകത്ത് ഇരുന്നാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അങ്ങനെ ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്ന സ്ഥലത്ത് ചൈതന്യ ചരിതാമൃത തുടങ്ങുന്നു. അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും എന്താണ്? പൂർണ്ണമായിട്ടും നാമസങ്കീർത്തനെ പറ്റിയിട്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ പറ്റിയിട്ടും രസതത്വങ്ങളെ പറ്റിയിട്ടും എല്ലാ തത്വങ്ങളെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് 5 രസതത്വങ്ങൾ രസങ്ങളാണ്. ശാന്തഭാവം, ദാസ്യഭാവം, സഖ്യഭാവം, വാത്സല്യഭാവം, അതേപോലെ മാധുര്യഭാവം. ഇതിനെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ചൈതന്യ ചരിതാമൃതത്തില് നമ്മൾ വേറെ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ വേദങ്ങളോ മറ്റ് ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അതിൽ നിന്നുള്ള എക്സ്റ്റെൻസീവ് കൊട്ടേഷൻസ് ഉണ്ട്. എക്സ്റ്റെൻസീവ് ആയിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് ശ്ലോകങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മറ്റതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, രണ്ടാമത് അതിനുള്ള ലൈഫ് സ്പാൻ നമുക്കില്ല. കാരണം ഒന്ന് എല്ലാം സംസ്കൃത ശ്ലോകങ്ങളാണ്, നമുക്കത് വായിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ്. പിന്നെ നമ്മുടെ ഒരു മനുഷ്യായുസ് കൊണ്ട് ഈ വേദങ്ങളും ഈ ഉപനിഷത്തുകളും ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിച്ചാൽ നമുക്ക് ഇതെല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകമാണ് ഏത് ആദിലീല 1.4. ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് മറ്റുള്ള കൂടുതൽ ആൾക്കാർ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി അറിയുന്നില്ല? കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം തന്നെ ഹിഡൻ അവതാരമാണ്. ഹിഡൻ പറഞ്ഞ ചന്ന അവതാരം. അത് വളരെ ഗുഹ്യമായിട്ടുള്ള അവതാരമാണ്. ഓപ്പൺലി മറ്റ് ഗ്രന്ഥങ്ങളിൽ ഓപ്പൺലി പറഞ്ഞിട്ടില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് വളരെ സ്പഷ്ടമായിട്ടും അതേപോലെ ഇൻഡയറക്ട്ലിയും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആവിർഭാവത്തിനെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്? 11.2.53 തോന്നുന്നു. കൃഷ്ണവർണം കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗ പാർശ്വതം സങ്കീർത്തനെ സങ്കീർത്തനെ യജന്തഹി സുമേധസ. കൃഷ്ണവർണം തിസാകൃഷ്ണം സങ്കോപാംഗസ്ര പാർഷദം യജ്ഞ സങ്കീർത്തനപ്രായ യജന്തി ഹി സുമേധസ. അതായത് ഭഗവാൻ കലിയുഗത്തില് ഇത് ആരോട് പറയുന്നതാണ്? കരഭജന മഹർഷിയാണ് പറയുന്നത്. അപ്പോ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഭവിഷ്യത്തിൽ വരാൻ പോകുന്ന പറ്റിയിട്ടാണ് പറയുന്നത്. വരാൻ പോകുന്ന പറയുന്നത്, വന്നു കഴിഞ്ഞതല്ല പറയുന്നത്. ഈവൻ ഗർഗ സംഹിതയിലും ഗർഗാചാര്യൻ പറയുന്നുണ്ട്. അതായത് ഇതേ ആള് ഈ കൃഷ്ണൻ 3 വർണ്ണത്തില് ഇതിനു മുമ്പേ അവതരിച്ചിട്ടുണ്ട്. ഇപ്പോ ശ്യാമവർണ്ണത്തില്. അപ്പൊ അതില് ശ്വേത, രക്ത ആൻഡ് പീത 3 വർണ്ണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഗർഗ സംഹിതയില്. അതില് അപ്പോ രക്തവർണം ഒരു അവതാരമുണ്ട്. ശ്വേതവർണം, രക്ത പറഞ്ഞ റെഡ്, ശ്വേത പറഞ്ഞ വൈറ്റ്, പീത പറഞ്ഞ യെല്ലോ. പിന്നെ ഇപ്പോ അതേ പേഴ്സണാലിറ്റി ഏത് വർണ്ണത്തിൽ ജനിച്ചു? ശ്യാമവർണ്ണത്തിൽ, അല്ലെ? പക്ഷെ പീതവർണ്ണത്തിൽ ആൾറെഡി അവിടെ ജനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭു പീതവർണ്ണത്തിൽ വരാൻ പോകുന്നുള്ളൂ? പിന്നെ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? ചൈതന്യ മഹാപ്രഭു ഭവിഷ്യത്തില്, അതായത് 520 വർഷം മുമ്പെയാണ് ജനിച്ചിരിക്കുന്നത്, അല്ലേ? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ 48 വർഷം ജനിച്ചിട്ടുള്ളൂ. 1845 ആവിർഭാവം, 1534 അദ്ദേഹത്തിന്റെ തിരോഭാവം. 48 വർഷേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോ മഹാപ്രഭു ജനിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ അവിടെ 3 വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഗർഗാചാര്യൻ ഗർഗ സംഹിതയിൽ പറയുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അത്? ചൈതന്യ മഹാപ്രഭു എപ്പോഴൊക്കെയാണ് വരുന്നത്? 27ാമത്തെ മന്വന്തരത്തില് ഭഗവാൻ അവതരിക്കുന്ന ആ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു വരും. അതായത് ഏഴാമത്തെ മന്വന്തരത്തില് ബ്രഹ്മാവിന്റെ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ ചൈതന്യ മഹാപ്രഭു. കൃഷ്ണനും ബ്രഹ്മാവിന്റെ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. അപ്പൊ എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോ ആദ്യത്തെ കൽപ്പമൊന്നുമല്ലല്ലോ. ബ്രഹ്മാവിന്റെ 12 മണിക്കൂറാണ് ഒരു കൽപ്പം. ഓക്കെ. അപ്പൊ ആൾറെഡി ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനൊക്കെ മുമ്പ് അവതരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവതരിച്ചതും അതേ സെയിം കൃഷ്ണൻ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു ഇതിന് മുമ്പേയും അവതരിച്ചിട്ടുണ്ട്. അത് പീതവർണ്ണത്തിൽ വന്നിട്ടുണ്ട് ഇതിന് മുമ്പത്തെ കൽപ്പത്തിൽ. ഇനിയും വരാൻ പോകുന്നുണ്ട്. ആ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തില് വരുമ്പോ 4 യുഗങ്ങളാണ്. അപ്പോ ത്രിയുഗ എന്ന അല്ലെങ്കിൽ ത്രിയുഗി എന്നാണ് അവരെ അറിയിക്കുന്നത്. കാരണം വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ചന്ന അവതാരമാണ്, ഹിഡൻ അവതാരമാണ്. ആ ഹിഡൻ അവതാരത്തിനെ കാരണം ഭഗവാന്റെ ഭക്തനായിട്ടാണ് വരുന്നത്. ഭഗവാന്റെ ഭക്തനായിട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളും കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടോ? ഇല്ല, ഉണ്ടേനും. ഇപ്പൊ ഭാവുകത്തിലുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ പറയുന്നുണ്ട്, പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. പഞ്ചതത്വാത്മകം, അതായത് കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ 5 തത്വങ്ങളിലാണ് വരുന്നത്. പഞ്ചതത്വാത്മകം ഭക്തരൂപ സ്വരൂപം. ഭക്തരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തനായിട്ട്. ആരാണത്? ചൈതന്യ മഹാപ്രഭു. സ്വരൂപകം ആരാണത്? നിത്യാനന്ദ പ്രഭു, ബലരാമൻ. സെയിം രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ. ഭക്താവതാരം ആരാണ്? ഭക്താവതാരം മഹാവിഷ്ണുവിന്റെ അവതാരം ആരാണ്? അദ്വൈത ആചാര്യ. യെസ്. ഭക്താഖ്യം എന്ന് പറഞ്ഞാൽ ശ്രീവാസ, അതായത് ഡിവോട്ടി. ഭക്തശക്തികം, ഡിവോഷണൽ എനർജി, ഗദാധർ പണ്ഡിത്. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്ത അവതാരം ഭക്താഖ്യം
നമാമി ഭക്ത ശക്തികം. അപ്പോ ഇതില് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ആരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞാൽ ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ. ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ. ശ്രീകൃഷ്ണ ചൈതന്യൻ രാധാകൃഷ്ണനാണ്, വേറെ ആരുമല്ല. കമ്പൈൻഡ് ഫോം ഓഫ് രാധ ആൻഡ് കൃഷ്ണ. അപ്പോൾ ഇതില് പ്രധാനപ്പെട്ട എസോട്രിക് ആൻഡ് എക്സോട്രിക്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ബാഹ്യം ആന്തരികമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഈ അവതാരത്തിന്റെ ഉദ്ദേശം പ്രധാനപ്പെട്ട ബാഹ്യമായിട്ടുള്ളതും പ്രധാനപ്പെട്ട ആന്തരികമായിട്ടുള്ളതും, അതായത് എസോട്രിക് ആൻഡ് എക്സോട്രിക്. എസോട്രിക് പറഞ്ഞാൽ ഇന്റേണൽ, എക്സോട്രിക് പറഞ്ഞാൽ എക്സ്റ്റേണൽ. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഏത് സമയത്താണ് വന്ന? 520 വർഷം മുമ്പേ അല്ലേ? ആയത് ഒരു സമയത്ത് ഈ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാതെ കാസ്റ്റ് ബ്രാഹ്മണന്മാര്, കാസ്റ്റ് ബ്രാഹ്മണന്മാർ പറഞ്ഞാൽ പേരിന് മാത്രം ബ്രാഹ്മണന്മാര്, ജനനം കൊണ്ട് ബ്രാഹ്മണന്മാര്, പക്ഷേ കർമ്മം കൊണ്ടല്ല. അവര് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളാക്കി അപ്പസമ്പ്രദായങ്ങൾ പരത്തുന്ന സമയമായിരുന്നു. അപ്പൊ ഭക്തി ഒരു ലെവലേശം ശരിക്കും ആ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അദ്വൈത ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. അദ്വൈത ആചാര്യൻ മഹാവിഷ്ണുവിന്റെ ഇൻകാർണേഷനാണ്. ശാലിഗ്രാമത്തിനെ ഗംഗാജലം കൊണ്ടും തുളസി മഞ്ജരി കൊണ്ടും പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് വരാൻ പറയുന്നത്. ഇതിനെ ഒന്ന് എന്താണ് പറഞ്ഞത്? യഥാ പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമായി യുഗേ യുഗേ അല്ലെ. അതാണ് ഭഗവാൻ അവതരിക്കാനുള്ള 3 എക്സ്റ്റേണൽ റീസൺ. അതേപോലെ ഇപ്പോഴും വരണം. കാരണം വെച്ചാൽ അങ്ങക്ക് മാത്രമേ ഇതിൽ നിന്ന് ശരിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് സദാചാരങ്ങളല്ല ദുരാചാരങ്ങളിലേക്കാണ് ആൾക്കാർ പോകുന്നത്. ധർമ്മമല്ല അധർമ്മമാണ് അവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവരെ ശരിക്കും നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതൊരു എക്സ്റ്റേണൽ റീസൺ അല്ലേ? അതാണ് ഒരു എക്സ്റ്റേണൽ റീസൺ. രണ്ടാമത്തത് എക്സ്റ്റേണൽ റീസൺ എന്താണ്? അതായത് നാമസങ്കീർത്തനം. ഈ യുഗത്തിലെ എന്താണ് കലിയുഗ ധർമ്മം എന്താണ്? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം അത് പ്രചരിപ്പിക്കണ്ടേ? അത് ഭഗവാനെ പറ്റുള്ളൂ. ഭഗവാൻ സ്വയം വന്നിട്ട് അവതാരിയാണ് ചൈതന്യ മഹാപ്രഭു, അവതാരമല്ല. സെൽഫ് സെയിം കൃഷ്ണനാണ്. കൃഷ്ണൻ അവതാരിയാണ്, അതേപോലെ ചൈതന്യ മഹാപ്രഭുവും അവതാരിയാണ്. അപ്പൊ നാമസങ്കീർത്തനം അതായത് കലിയുഗ ധർമ്മത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഷെഡ്യൂൾഡ് ഇൻകാർണേഷൻ. അതായത് ഓരോ കൽപ്പത്തിലും മാതാജി പറഞ്ഞ പോലെ 27th യുഗ സൈക്കിൾ ഓഫ് ദ മന്വന്തര ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു. ആ ദ്വാപരയുഗത്തിന്റെ തൊട്ടു പിന്നാലെയുള്ള കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവും അവതരിക്കുന്നു. ഇനി കൃഷ്ണനും അതേപോലെ ചൈതന്യ മഹാപ്രഭുവും അവതരിക്കുന്ന അടുത്ത കൽപ്പത്തിലായിരിക്കും. അവതാരങ്ങൾ ഇഷ്ടംപോലെ വരും, പക്ഷേ സ്വയം ഭഗവാൻ കൃഷ്ണനും സ്വയം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും ഇനി അവതരിക്കുന്ന അടുത്ത കൽപ്പത്തിൽ. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ശേഷമുള്ള 10,000 വർഷം സുവർണ സമയം എന്ന് പറയുന്നത്, ഗോൾഡൻ പീരിയഡ്. അപ്പൊ ഈ സമയത്ത് വളരെ ഈസിയാണ് ഭഗവത് ധാമിലേക്ക് പോകാൻ, വളരെ ഈസിയാണ്. ഈ 10,000 വർഷത്തിന്റെ ഉള്ളിൽ നമ്മള് ഭഗവത് ധാമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് കലിയുഗം പോകുന്തോറും അങ്ങോട്ട് പോകുന്തോറും വളരെ വളരെ വഷളായിട്ട് വരികയാണ്. വളരെ ഭാഗവത്തിൽ അതിൽ വർണ്ണിച്ചിട്ടുണ്ട് കലിയുഗത്തിന്റെ അവസാനത്തേക്ക് എന്തായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 3 ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ 3 പ്രധാനപ്പെട്ട ആന്തരികമായിട്ടുള്ളത്. എന്താണ് ആന്തരികം എന്ന് പറഞ്ഞാൽ? എസോട്രിക് അല്ലേ? അതായത് ഇന്റേണൽ ഇത്.
അതാണ് ആദ്യത്തെയാണ് പ്രണയമഹിമ. അതായത് രാധാറാണി എല്ലാവരും ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ഭഗവാൻ രാധാറാണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോ ആ രാധാറാണിയുടെ ആ സ്നേഹത്തിന്റെ മഹിമ ഭഗവാൻ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതലാണ് രാധാറാണി അനുഭവിക്കുന്നത്. അത് എനിക്ക് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായി. അതായത് എനിക്ക് കിട്ടുന്ന ആ സ്നേഹത്തിന്റെ ആ രുചി, ആ ടേസ്റ്റ്, ആ എക്സ്പീരിയൻസിനേക്കാളും എത്രയോ കൂടുതലാണ് രാധാറാണിക്ക് കിട്ടുന്നത്. ഞാനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പക്ഷെ എങ്കിലും കൂടി കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആരാണ്? സ്പിരിച്വലി രാധാറാണി. അപ്പോൾ ആ സ്നേഹത്തിനെ എനിക്ക് അനുഭവിക്കണം. അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ അദ്ഭുത മധുരിമ. ഭഗവാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, സ്വയം ഭഗവാൻ അതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പോ ആ ക്വാളിറ്റീസ് അറിയണമെങ്കിൽ രാധാറാണിയുടെ പ്ലേസിൽ നിന്നാലേ അതറിയാൻ പറ്റും. രാധാറാണിക്ക് അറിയാം എന്തെല്ലാം ക്വാളിറ്റീസ് ആണ്, ഗുണങ്ങളാണ് ഭഗവാനുള്ളത്. ഭഗവാന്റെ ആ ക്വാളിറ്റീസ് സ്വയം ഭഗവാന്റെ ആ മഹത്വം അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് മനസ്സിലാക്കണം, അത് ആസ്വദിക്കണം. രണ്ടാമത്തത്. മൂന്നാമത്തെ സൗഖ്യം. സൗഖ്യം എന്ന് പറഞ്ഞാൽ അതായത് രാധാറാണി ആ ആനന്ദം അനുഭവിക്കുന്നത്, ആ ബ്ലിസ്, എക്സ്റ്റസി. ജസ്റ്റ് ഭഗവാന്റെ ഏതെങ്കിലും ഒരു കാർമേഘം കണ്ടാൽ മതി, കറുത്തത് കണ്ട് ഉടനെ മോത്സ്യപ്പെട്ടു ഭഗവാനെ ചിന്തിച്ചിട്ട്. ഭഗവാൻ ആ എക്സ്റ്റസി കിട്ടുന്നില്ല. തമാൽ വൃക്ഷത്തെ കണ്ടാൽ മതി, അപ്പം മോത്സ്യപ്പെട്ടു രാധാറാണി. അത്രയും എക്സ്റ്ററ്റിക് ഇതിലാണ് രാധാറാണി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് എനിക്ക് അനുഭവിക്കണം, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം, അത് ആസ്വദിക്കണം. ആ ഒരു എക്സ്റ്റാറ്റിക് ബ്ലിസ്, ആനന്ദമില്ലേ, ആനന്ദാംബുതി വർധനം എന്നാ പറയുന്നത്. നമ്മള് ആനന്ദം നമ്മുടെ ഒരിക്കലും കുറയില്ല, അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾക്ക് ജഡാനന്ദമുണ്ട്, അതേപോലെ ബ്രഹ്മാനന്ദമുണ്ട്, പരമാനന്ദമുണ്ട്, പ്രേമാനന്ദമുണ്ട്. അപ്പോൾ ഈ പ്രേമാനന്ദം ആസ്വദിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ രാധാറാണിയുടെ പ്ലേസിൽ രാധാറാണിയായിട്ട് ഞാൻ വരണം. അപ്പോൾ സ്വയം ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ മൂഡിലും രാധാറാണിയുടെ കാന്തിയും എടുത്തിട്ട് ഇവിടെ വരികയാണ്, ഒരു ഭക്തന്റെ രൂപത്തിൽ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ മെയിൽ ഫോം ആണെങ്കിലും കൃഷ്ണന്റെ, അതായത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ മൂഡ് എന്താണ്? രാധാറാണിയുടെ മൂഡാണ്. അദ്ദേഹത്തിന്റെ കാന്തി എന്താണ്? രാധാറാണിയുടെ മൂഡാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ പ്രേമം കിട്ടുന്നുണ്ടെങ്കിൽ, കൃഷ്ണ പ്രേമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ആരെ കാണാനാണ്? ആരെ അപ്രോച്ച് ചെയ്യുന്നതാണ്? എങ്ങനെ മക്കളെ അച്ഛന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അമ്മ ത്രൂ പോകുന്നില്ലേ? അമ്മയോട് പറയും, അമ്മയെ കുറച്ച് മസ്ക പോളിഷ് ചെയ്താൽ അച്ഛനോട് പറഞ്ഞ് കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നില്ലേ? അതേപോലെ നമ്മളുടെ യൂണിവേഴ്സൽ മദറായിട്ടുള്ള രാധാറാണിയെ നമ്മളെ അപ്രോച്ച് ചെയ്താൽ, കാരണം വെച്ചാൽ വളരെ വളരെ മെഗ്നാനിമസ് ആണ് ചൈതന്യ മഹാപ്രഭുവും രാധാറാണി. ജനറസും മെഗ്നാനിമസും തമ്മിലുള്ള വ്യത്യാസം. ജനറസ് പറയുന്നത് നമ്മൾ പോയി ചോദിച്ചാൽ ഉദാഹരണമായിട്ട് തരും. മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാണ്ട് തന്നെ തരാ, നമ്മൾക്ക് അതിനുള്ള അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ ഒന്നും നോക്കുന്നില്ല, അങ്ങനെ തരാ. അതാണ് ചൈതന്യ മഹാപ്രഭു ചെയ്യുന്നത്, ഔദാര്യഭാവം. അപ്പോ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, അതായത് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവരെ വൈഷ്ണവാസ്, കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരെ കാർഷ്ണാസ്, രാധാറാണിയെ പ്രാർത്ഥിക്കുന്നവരെ എന്താണ്? ഗൗഡിയാസ്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഗൗഡി. അപ്പൊ നമ്മള് ഏതിലാണ്? ഗൗഡിയർ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരെയാണ്? രാധാറാണി. പക്ഷെ നമ്മൾ ഡയറക്റ്റ്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അതിൽ ഹരേ ആരാണ് ഉദ്ദേശിക്കുന്നത്? രാധാറാണി അല്ലെ? പക്ഷേ എങ്കിലും കൂടി നമുക്ക് തന്നിരിക്കുന്ന മന്ത്രം എന്നാണ് രാധ നമ്മൾ ചാൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. രാധയുടെ നാമം, ദിവ്യനാമം എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ല. രാധാറാണി ഡയറക്റ്റ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവും രാധാറാണിയും തമ്മിൽ വ്യത്യാസമില്ല. രാധാകൃഷ്ണ കമ്പൈൻ ടുഗദറാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ,
നമുക്ക് കൃഷ്ണപ്രേമം വളരെ കിട്ടും. കാരണം വെച്ചാൽ ആ ചൈതന്യ മഹാപ്രഭു തന്നെ രാധാറാണി. അപ്പോൾ ഈ കലികാലത്തിൽ ചൈതന്യ മഹാപ്രഭു ചന്നവതാരം, അതായത് ഗുഹ്യ അവതാരമായിട്ട് വന്നിരിക്കുന്നത് നമ്മളെപ്പോലുള്ള കലിയുഗ റിജക്ട്സിനെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുപോകാൻ. ഇത് ഏതൊരു സമ്പ്രദായത്തിനും ശരി, അത് മറ്റുള്ള ഏത് സമ്പ്രദായത്തിനും ശരി, ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള ആ പരമോന്നതമായിട്ടുള്ള ഈ പ്രോസസ്സ്, ഈ ഉദ്ദേശ സാധ്യത ആരും തന്നിട്ടില്ല. ഗോലോക വൃന്ദാവനത്തില് നമ്മൾ ചെയ്യുന്നത് വൈദി സാധന ഭക്തിയാണ്. വൈദി സാധന ഭക്തി കൊണ്ട് നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ ഗോലോകത്തേക്ക് പോകും? വൈദി സാധന ഭക്തിയിൽ നിന്ന് നമ്മൾ രാഗാനുഗ ഭക്തിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഗോലോകത്തിലേക്ക്, സ്പോണ്ടേനിയസ് ലവിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ ആചാര്യന്മാർ പറയുന്ന, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, നമ്മളെ വൈദ്യ സാധന ഭക്തി ചെയ്താൽ മതി. ചൈതന്യ മഹാപ്രഭുവിൻ്റെ എല്ലാ പിൻഗാമികളുള്ള എല്ലാ ആചാര്യന്മാരും പറയുന്നത്, ഇൻക്ലൂഡിങ് ശ്രീ പ്രഭുപാദർ പറയുന്നത്, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 4 നിയമങ്ങൾ പാലിക്കുക, 16 മാല ഹരേകൃഷ്ണ മഹാമന്ത്രം ഒഫൻസ്ലെസ്ലി, അപരാധമില്ലാണ്ട് ചൊല്ലുക ദിവസേന. ഞാൻ നിങ്ങളെ ബാക്ക് ഡോർ കൂടെ കൊണ്ടുവന്ന പറഞ്ഞു. കാരണം പ്രഭുപാദ അത്രയും പ്യൂർ ഡിവോട്ടിയാണ്. അദ്ദേഹം പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ ഇരിക്കും. നമുക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ പോകാനുള്ള യാതൊരു യോഗ്യത ഇല്ലെങ്കിലും കൂടിയിട്ട് പ്രഭുപാദ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്ക് ഡോർ എൻട്രി ഉണ്ട് പ്രഭുപാദയ്ക്ക്. നമ്മളെ എവിടെ എത്തിക്കുന്ന പറയണത് അതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മുടെ ഈ വൈദ്യസാധന ഭക്തി ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തുക? കാരണം ഗോലോകത്തിലെത്തില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്യുക? ഈ നമ്മളുടെ വൈദ്യ സാധന ഭക്തിയെ രാഗാനുഗ ഭക്തിയാക്കിയിട്ട് മാറ്റിയിട്ട് അവിടെ പ്രസന്റ് ചെയ്യും. എവിടെ? കൃഷ്ണന്. അപ്പൊ നമുക്ക് അവിടെ ബാക്ക് ഡോർ കൂടെ, അതായത് ഫ്രണ്ട് ഡോർ കൂടെ പോകാനുള്ള ശക്തി ഇല്ലെങ്കിലും കൂടിയിട്ട്, അല്ലെങ്കിൽ യോഗ്യത ഇല്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് അവിടെ എൻട്രി കിട്ടും. ആരുടെ കൃപ? നമ്മളുടെ സ്വന്തം കഴിവല്ല, ഗുരു ഗൗരാംഗരുടെ കൃപ, ചൈതന്യ മഹാപ്രഭുവിന്റെ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ മുറുക്കെ പിടിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ, അതായത് ശിലപ്രഭാത പറഞ്ഞിട്ടുള്ള ആ 4 നിയമങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ അപരാധമില്ലാണ്ട് ചൊല്ലുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലെത്താം, വൈകുണ്ഠത്തിലല്ല. മറ്റാർക്കും ഈ ഒരു അലവൻസോ ഡിസ്കൗണ്ടോ കിട്ടിയിട്ടില്ല. എല്ലാവരും എവിടെ പോവും? വൈകുണ്ഠം താഴെയല്ല പറയണേ. പക്ഷേ ഇവിടെ ഗോലോകത്തില് ഭഗവാനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സഖ്യഭാവത്തിലും ദാസ്യഭാവത്തിലും മാധുര്യഭാവത്തിലും മാത്സല്യഭാവം, ഏത് ഭാവത്തിലും. വൈകുണ്ഠത്തിൽ അതില്ല. ഒന്നും ഹയറാർക്കിയിൽ നമ്മൾ കൂടുതൽ ആണെങ്കിലും കൂടിയിട്ട്, പക്ഷെ രണ്ടും വ്യത്യാസം കാണാൻ പാടില്ല. വൈകുണ്ഠം പോലെ. പക്ഷേ ഇത് ഹയറാർക്കിയിൽ നോക്കുമ്പോൾ ദിസ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് നോക്കാം. നമ്മള് ഭഗവാൻ കൃഷ്ണനുമായിട്ടും ഏത് ബന്ധത്തിലും, ഇപ്പൊ സാധാരണ മറ്റുള്ള ധർമ്മത്തിലൊക്കെ അവർ പറയുന്നത് എന്താണ്? ഭഗവാനെ പേടിക്കണം, ഫിയർ ഗോഡ് എന്നാ പറയുന്നത്. നമ്മളുടെ അതിൽ എന്താ പറയുന്നത്? ലവ് ഗോഡ് എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോ അച്ഛനും അമ്മയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? സ്നേഹിക്കല്ലേ വേണ്ടത്. നമ്മൾ അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ സ്നേഹിക്കല്ലേ വേണ്ടത്. അതേപോലെ നമ്മളുടെ സുപ്രീം ഫാദറാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, ചൈതന്യ മഹാപ്രഭു. അപ്പൊ അവരോട് സ്നേഹമാണ് വേണ്ടത്. ലവ് ഓഫ് ഗോഡ് എന്നാ പറയുന്നത്, കൃഷ്ണപ്രേമ. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭു തരാൻ വളരെ ഈസിയാണ്. മറ്റത് ഏത് ഒരു പാത്രത്താനും ശരി, കർമ്മയോഗ ആയിക്കോട്ടെ, ജ്ഞാനയോഗ ആയിക്കോട്ടെ, ധ്യാനയോഗ ആയിക്കോട്ടെ, അത് വളരെ കമ്പർസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നേരെ മറിച്ച് ഭക്തിമാർഗം, അത് എസ്പെഷ്യലി കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ മേഴ്സി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഞാൻ 2 മിനിറ്റ് ഒരു ലീല പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് വൃന്ദാവനത്തില് ഒരുപാട് പുഷ്പങ്ങളുണ്ട്. ഈ പുഷ്പങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിക്കും, ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കും. അപ്പൊ എല്ലാ പുഷ്പങ്ങളും വളരെ സന്തോഷം. ഇപ്പൊ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വേൾഡ് ആണ്.
അപ്പോ അത് വസ്തു ആയാലും അത് പേഴ്സണാലിറ്റിയാണ്, ചേതനയുണ്ട്. നമ്മൾ ദാമോദര ലീല പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ദാമോദര ലീല പഠിച്ചിരിക്കുന്നത്? ആ പാലിനും കൂടിയും ചേതനയുണ്ട്. പാല് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നല്ല പറയുന്നു. അപ്പൊ വൃന്ദാവനത്തിലെ അങ്ങനെ എല്ലാം പേഴ്സണാലിറ്റിയാണ്, എല്ലാവർക്കും ചേതനയുണ്ട്. ഇപ്പൊ വൃന്ദാവനത്തിലെ എല്ലാ പുഷ്പങ്ങളും രാവിലെ ഭക്തർ വന്നിട്ട് പുഷ്പങ്ങളെ എടുക്കുമ്പോൾ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം, അതായത് തങ്ങളെ ഭഗവാനെ സേവനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം അവർക്ക് എപ്പോഴും. അപ്പൊ അങ്ങനെ എല്ലാ പുഷ്പങ്ങളും എടുക്കും. ഒരു പുഷ്പം മാത്രം ആരും എടുക്കില്ല, കാരണം അതിന് ലുക്കും ഇല്ല, ഫ്രാഗ്രൻസും ഇല്ല. അപ്പൊ നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നല്ല ഭംഗി വേണം, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്, നല്ല സുഗന്ധം വേണം, അല്ലെങ്കിൽ ഇത് രണ്ടും വേണം. ഇത് രണ്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഇത് ഏതെങ്കിലും വന്നു, ഒന്നല്ലെങ്കിൽ ഭംഗി വേണം, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്. ഇത് രണ്ടുണ്ടെങ്കിൽ വളരെ മഹത്വം. അപ്പൊ എല്ലാ പുഷ്പങ്ങളും എടുക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുളസി. ആർക്കും അവിടെ കംപ്ലൈന്റ് ഇല്ല, ആർക്കും പരാതിയില്ല, ആർക്കും കുശുമ്പില്ല, ഒന്നുമില്ല. തുളസിയാണ് ആദ്യം. ഈവൻ ശ്രീകൃഷ്ണ ഭഗവാൻ പൂന്തോട്ടത്തില് നടക്കുന്ന സമയത്ത് എല്ലാവരും നോക്കും, പക്ഷെ തുളസിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നേരം നിൽക്കും. അപ്പൊ നമ്മളുടെ ഓഫീസിലെ മാനേജർ വന്നിട്ട് എല്ലാ സ്റ്റാഫിനെയും നോക്കി, ഒരു സ്റ്റാഫിന്റെ അടുത്ത് മാത്രം കൂടുതൽ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും എന്താ പറയുന്നത്, ചെറിയൊരു എന്താ ഇത്ര അടുപ്പം നമ്മളോടില്ലാത്തത്. പക്ഷെ അവിടെ ആ ഒരു കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല, അവിടെ അസൂയയില്ല, NB അവിടെ ഇല്ല. അപ്പൊ ഈ പുഷ്പത്തിനെ മാത്രം എടുക്കുന്നില്ല, കാരണം ഇതിന് ലുക്കും ഇല്ല, അതേപോലെ സുഗന്ധവും ഇല്ല. അപ്പൊ അത് വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ എങ്ങനെ ഭഗവാന്റെ സേവനത്തില് ഏർപ്പെടും. അപ്പൊ ഒരു മനസ്സിലൊരു തോട്ട്, അതായത് രാധാകൃഷ്ണന്മാർ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചാടി വീണ് ഭഗവാന്റെ പാദത്തിന്റെ അവിടെ വീഴും. അപ്പൊ ഭഗവാൻ നടക്കുന്ന സമയത്ത് എൻ്റെ മേത് ചവിട്ടും. എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്, സുഗന്ധമില്ല, നല്ല ലുക്കില്ല, സൗന്ദര്യമില്ല, പക്ഷെ ഒരു ക്വാളിറ്റി ഉണ്ട് ആ പുഷ്പത്തിന്, മൃദുലത, സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പൊ ഭഗവാന്റെ ആ സ്പർശം കണ്ടുമ്പോൾ ഒരു സ്പോഞ്ച് എഫക്റ്റ്, ഒരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഭഗവാനെ സേവിക്കാം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെയെങ്കിലും ഞാൻ ഭഗവാൻ രാധാറാണിയും ഭഗവാനും വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചാടി വീഴും. ഭഗവാന്റെ പാദസ്പർശം തട്ടുമ്പോൾ ഭഗവാന് സന്തോഷമാവും, എനിക്ക് ഒരു സേവനമായി. അങ്ങനെ ഒരു ദിവസം പൂന്തോട്ടത്തിൽ കൂടെ രാധാറാണിയും ഭഗവാനും കൂടി നടക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ എത്താറായി. ഭഗവാന്റെ ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് എടുത്ത് പെട്ടെന്ന് ആ പുഷ്പം താഴേക്ക് വീണു. ഭഗവാൻ അതിൽ ചവിട്ടാൻ പോയപ്പോഴേ രാധാറാണി വെയിറ്റ് ഡോണ്ട് സ്റ്റാമ്പ്, അതിൽ ചവിട്ടരുത്. അപ്പൊ ഭഗവാൻ പെട്ടെന്ന് അത് റിട്രാക്ട് ചെയ്തു കാല്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? അതായത് പുഷ്പമാണ് അവിടെ, അതിന് ചവിട്ടരുത് പറഞ്ഞു. എന്നിട്ട് ആ പുഷ്പത്തിന് എടുത്ത് പറഞ്ഞു, ഈ വൃന്ദാവനത്തിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ് ഈ ഫ്ലവർ എന്ന് രാധാറാണി ആരോട് പറഞ്ഞു? കൃഷ്ണ ഭഗവാനോട് പറഞ്ഞു. അപ്പൊ കൃഷ്ണ ഭഗവാൻ ഉടനെ എടുത്തിട്ട് തന്റെ തലയിൽ ചൂടി. അപ്പൊ ഇത്രയും യാതൊരു യോഗ്യത ഇല്ലാതിട്ടുള്ള ആ പുഷ്പത്തിനെ ഭഗവാന്റെ തലയിൽ സ്ഥാനം കിട്ടി. എത്ര ഭാഗ്യാണല്ലേ. അതേപോലെ രാധാറാണിയുടെ റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ റെക്കമെൻഡേഷൻ കിട്ടുകയാണെങ്കിൽ, ദിസ് സോൾ, ഈ ജീവാത്മ ഞാൻ ഗ്യാരണ്ടി തരുന്നത് ഒരു കുഴപ്പമില്ല, അവരെ സ്വീകരിക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു ക്വാളിറ്റിയും ഒരു യോഗ്യത ഇല്ലാത്ത ആ പുഷ്പത്തിനെ ഭഗവാന്റെ തലയിൽ സ്ഥാനം കിട്ടി രാധാറാണിയുടെ മേഴ്സി കാരണം. അപ്പോ ഔദാര്യം രാധാറാണിക്ക്, അതേപോലെ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഔദാര്യ പുരുഷോത്തമൻ എന്നാണ് ചൈതന്യ മഹാപ്രഭുവിനെ പറയുന്നത്. ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ, ശ്രീകൃഷ്ണ ഭഗവാനെ ലീലാ പുരുഷോത്തമൻ. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഗൗഡിയ സമ്പ്രദായത്തില്, എസ്പെഷ്യലി ഇസ്കോണിലെ പ്രഭാതരെ ആ ഷെൽട്ടറില്, ആശ്രയത്തിൽ നമ്മൾ വന്നു. ഈ തത്വങ്ങളെല്ലാം നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമ്മളുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ അതിലെ ഉൾക്കൊണ്ട് അത് ജീവിക്കുക. എന്നാൽ നമ്മളുടെ ഈ ജന്മത്തിൽ നിന്ന് നമ്മളെല്ലാം സാർത്ഥകമാണ്. അപ്പോ സമയമായി, 10 മണി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ മുതൽ തുടങ്ങാം.
അപ്പൊ മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്കറിയുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അറിയില്ലെങ്കിൽ ഞാനത് പിന്നീട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെയും ശിലപ്രഭുപാദയുടെയും അതേപോലെ ഗുരു മഹാരാജിന്റെയും എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഒരു മിനിറ്റ്.